രാഹുൽ മാങ്കൂട്ടത്തിലടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ. വളരെ സന്തോഷവാനായിരുന്നു. സ്വാഭാവികം, ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന ഒരാളാണല്ലോ. ഒരു നിയുക്ത MLA യുടെ എല്ലാ സന്തോഷങ്ങളും ഇന്നലെ നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് താൻ നിയമസഭാംഗമായതെന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഒരു മകൻ MLA ആയതിൽ രാഹുലിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും. അപ്പോൾ മകൻ MLA ആയതിൽ അവരും വലിയ സന്തോഷത്തിലാണ്. രാഹുലും കുടുംബവും മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പൂരം കഴിഞ്ഞു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്ക്രീനിൽ മുഴുവൻ. പക്ഷെ നമ്മൾ അധികം സ്ക്രീനിൽ കണ്ടിട്ടില്ലാത്ത രണ്ടുപേരെയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു സെക്കൻഡേ, രാഹുലിൻ്റെ അമ്മയും ചേച്ചിയാണ്. അമ്മ നമസ്കാരം. നമസ്കാരം. ഇപ്പം ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്നറിയാം, എന്നാലും എന്താ തോന്നുന്നത്? സന്തോഷം തന്നെ. വളരെയധികം സന്തോഷം, ഒത്തിരി സന്തോഷം. നമ്മൾ അധികം സ്ക്രീനിൽ കണ്ടിട്ടില്ല അമ്മയെ. കുഴപ്പമില്ല. രാഹുൽ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ? ഇങ്ങനെ ഒരു രാഷ്ട്രീയം, അങ്ങനെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു? സജീവ പ്രവർത്തനം. സാധാരണ ഇതില്ലേ ഇങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അമ്മമാർക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഫ്യൂച്ചർ എന്താവും, ഭാവി എന്താവും എന്നുള്ളത്. അങ്ങനെ ഒരു സംഗതിയൊക്കെ തോന്നിയായിരുന്നോ? തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ പാലക്കാടാണല്ലേ? ഓക്കെ. എത്രയായി ഇവിടെ വന്നിട്ട്? രാഹുല് നോമിനേഷൻ കൊടുക്കാൻ വന്നതിൻ്റെ അന്ന് വന്നു, അതിൻ്റെ തലേന്ന്, നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്ന് പാലക്കാട്. ഇനിയിപ്പോ ഇവിടെ കാണും തീർച്ചയായും. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് രജനി എന്നാണ്, ഞാൻ രാഹുലിൻ്റെ ചേച്ചിയാണ്. ഓക്കെ. അപ്പോൾ ഇനി രാഹുലിലേക്ക് വരാം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്തൊരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് നിയമസഭാ സാമാജികൻ വരെ ആകാം. അത് ബൈ ഇലക്ഷൻ പോലും വലിയ അവസരം, ഒരു സിറ്റിംഗ് സീറ്റ് തരിക, ബൈ ഇലക്ഷൻ പോലും വലിയ അവസരം, നേതാക്കന്മാരുടെ എല്ലാം ഭയങ്കര ബ്ലസ്ഡായിട്ട് ഒപ്പം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു തുടക്കക്കാരൻ നിലയിൽ, ഒരു സാധാരണ പാർട്ടി പ്രവർത്തനങ്ങളിൽ വലിയ ആശ്വാസവും സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ അമ്മമാർക്കുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു MLA ആവാൻ പോവാണ്. വീട്ടിൽ നിൽക്കാൻ സമയം ഉണ്ടാവും? ഇപ്പോൾ കുറേ കാലമായിട്ട് സ്റ്റേറ്റ് പൊളിറ്റിക്സ് സജീവമായതിനു ശേഷം അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും അതിങ്ങനെ വീട്ടിൽ നിൽക്കൽ കുറവാണ്. ഇപ്പം ഈ നിയമസഭാ സാമാജികനാകുമ്പോൾ ഏറ്റവും മിനിമം ആ നിയമസഭാ ലിമിറ്റിലാണല്ലോ എപ്പോഴും ഉണ്ടാവുക. മറ്റേ സംഘടനാ പ്രവർത്തകൻ്റെ ഇപ്പം ഈ നിയമസഭാ സാമാജികനേക്കാൾ കൂടുതൽ ഞാൻ വീട്ടിൽ നകലുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലാണ്. അതാകുമ്പോൾ ഇങ്ങനെ കൂടുതൽ യാത്രകളാണല്ലോ. അപ്പം അത് ഇപ്പോൾ കുറേ ആയിട്ട് വീട്ടിൽ ശീലമായിട്ടുള്ള കാര്യമാണ്. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് തുടക്കം മുതലേ പലരും പ്രവചിച്ചൊരു ഭൂരിപക്ഷത്തിനൊക്കെ ഇരട്ടിയിലധികം ഭൂരിപക്ഷം കിട്ടി. നമ്മുടെ MP-മാർ പ്രവചിച്ചത് 5 ഭൂരിപക്ഷമൊന്നും 12,000 മുകളിലൊന്നുമാണ്. ഞാൻ പറഞ്ഞത് ആധികാരിക ഭൂരിപക്ഷമാണ്. അതുണ്ടായി. നമുക്കങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷം ജനം തരുന്നതിനകത്ത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് അവരുടെ റെസ്പോൺസിൽ നിന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങളെന്നോട് മുൻപൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ പറയില്ല, എനിക്ക് ടെൻഷനൊന്നുമില്ല, കാരണം അത് ജനങ്ങൾ തരുന്നൊരു കോൺഫിഡൻസാണ്. തീർച്ചയായിട്ടും. പിന്നെ ഒന്നുകൂടെ അമ്മയിലേക്ക് പോവാണ്. അമ്മ ഇനിയിപ്പം പാലക്കാട് തന്നെ ആയിരിക്കും? തീർച്ചയായും. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഇവിടുത്തെ ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? എനിക്ക് പാലക്കാട്ടെ ആൾക്കാരെയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പാലക്കാടെന്ന സ്ഥലവും ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ തൊട്ട്. പാലക്കാടത്തെ ആളുകളെയും അവർ ഒത്തിരി സ്നേഹിക്കുന്നു. ഇനി ഇവിടെ കാണും എന്ന് തന്നെയാണ് പറയുന്നത്. പാലക്കാട് ഉണ്ടാവും രാഹുൽ തീർച്ചയായിട്ടും. ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കൊപ്പം അലി തുറക്കൽ, മീഡിയ 1.